നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ആദ്യമായി അങ്ങനെ താമര വീണ്ടും വിരിഞ്ഞിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നിയമത്തിൽ വിരിഞ്ഞതിനു ശേഷം വീണ്ടും ഇതാ ഒരു അക്കൗണ്ട് കൂടി BJP തുറന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തൃശൂരിലെ ഗഡികൾ പ്രതികരിക്കുമ്പോൾ തൃശൂരുകാർ പറയുന്നത് സുരേഷ് ഗോപി ചെമ്പല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട അമ്പാണ് എന്ന് പറയുകയാണ്. ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ കാർഡുകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ്. വിജയത്തിന് പിന്നാലെ തൃശൂരിലെ CPM പ്രവർത്തകർക്ക് സുരേഷ് ഗോപി നന്ദി പറഞ്ഞതായാണ് ഈ വ്യാജ പ്രചാരണം നടക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കാർഡാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കപ്പെടുന്നത്. CPM ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, ജില്ലയിലെ CPM പ്രവർത്തകർ എന്നിവരോട് തീർത്താൽ തീരാത്ത കടപ്പാട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞതായാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്നാണ് വ്യാജ പ്രചരണം നടക്കുന്നത്. കോൺഗ്രസ് പടയാളികൾ, കോൺഗ്രസ് സൈബർ ടീം, കേരള IUML, ഗ്രൂപ്പില്ല കോൺഗ്രസ്, വ്യവസ്ഥാ ചിന്തകൾ എന്നീ ഗ്രൂപ്പുകളിൽ റൌഫ് കണ്ണാന്തളി എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ വ്യാജ കാർഡ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മിന്നുന്ന വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 70,779 സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. രണ്ടാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 4 ലക്ഷത്തിലേറെ വോട്ട് നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി ഈ വെന്നിക്കൊടി പാറിപ്പിച്ചിരിക്കുന്നത്. 2019 TN പ്രതാപൻ ഉയർത്തിയ 4,15,089 വോട്ടുകളുടെ അടുത്തുപോലും എത്താൻ മുരളീധരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. 1 ലക്ഷത്തിലേറെ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ BJPക്ക് പിടിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത് വളരെ നിർണായകമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ മണ്ഡലത്തിൽ നേരിട്ടെത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടെ തൃശൂർ എനിക്ക് വേണം, ഞാനിങ് എടുക്കുക എന്ന സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ആ ഡയലോഗ് വലിയ രീതിയിൽ തന്നെ ഹിറ്റായിരുന്നു. എന്നാൽ തോറ്റതോടെ തൃശൂർ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ച താരത്തിന് കടുത്ത പരിഹാസം ഏറ്റുവാങ്ങേണ്ട വന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ പറഞ്ഞ പോലെ തൃശൂർ എടുത്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയാകാനും താരത്തിന് സാധിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ താരത്തിന് അല്ലെങ്കിൽ സുരേഷ് ഗോപി 7 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണും. BJP ആസ്ഥാനത്ത്, തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്ത് എത്തും. ശേഷം തൃശൂരിലേക്ക് പോകും. തന്റെ ഈ വിജയത്തിലേക്ക് എത്തിച്ച തൃശൂരിലെ ജനങ്ങളെ കണ്ട നന്ദി അറിയിക്കുമെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ തന്നെ ചില വ്യാജ പ്രചാരണങ്ങളും ശക്തമായി തന്നെ വരികയാണ്.